Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu falan tajida lahu waliyyan murshida. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റബീഉൽ അവ്വലിന്റെ പശ്ചാത്തലത്തിൽ പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ടാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രവാചക സ്നേഹത്തിന്റെ സുപ്രധാനമായ രണ്ട് ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, പ്രവാചകനോടുള്ള വൈകാരികമായ ബന്ധം നിലനിർത്തുക. രണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളെ പിന്തുടരുക. പ്രവാചകനോടുള്ള വൈകാരികമായ ബന്ധം ഇന്ന് നമുക്ക് നിലനിർത്താൻ സാധിക്കുക സ്വലാത്ത് സലാമുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. വിശേഷിച്ചും ഹദീസിൽ വാരിദായിട്ടുള്ള സ്വലാത്ത് സലാമുകൾ ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വൈകാരികമായിട്ടുള്ള ബന്ധം നിലനിർത്തുക. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളെ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും പിന്തുടരുക. സമഗ്രമായ ജീവിതത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളെ ശരിയാം വണ്ണം പിന്തുടരുക. ഇതാണ് പ്രവാചക സ്നേഹപ്രകടനങ്ങളിൽ സുപ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലും എല്ലാ കാലഘട്ടത്തിലും നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ. അത് മാത്രമല്ല, മൂന്നാമത്തെ ഒരു സംഗതിയുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ ഈ ദീനാവുന്ന സന്ദേശം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാകുന്ന സന്ദേശം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും മാതൃകകളുമാവുന്ന സന്ദേശം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പ്രചരിപ്പിക്കുക. നബി സന്ദേശത്തിന്റെ, പ്രവാചക സന്ദേശത്തിന്റെ പ്രചരണമെന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബിന്റെ, അനുരാഗത്തിന്റെ, സ്നേഹത്തിന്റെ സുപ്രധാനമായിട്ടുള്ള വശം തന്നെയാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല വിശേഷിപ്പിക്കുന്നത് ജീവിതം കൊണ്ട് ഈ ദീനിന് സാക്ഷിയായ പ്രവാചകൻ എന്നാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറ അൽ അഹ്സാബിൽ പറയാണ്, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ.
എന്താണ് അല്ലാഹു പ്രവാചകൻ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്നത്? പ്രവാചകരെ, യാ അയ്യുഹൻ നബിയു, പ്രവാചകരെ, ഇന്നാ അർസൽനാക ഷാഹിദാ, നിശ്ചയം നാം നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്, അല്ലാഹു പറയാണ്, നിശ്ചയം നാം താങ്കളെ നിയോഗിച്ചിട്ടുള്ളത് ഷാഹിദായിട്ടാണ്, സാക്ഷിയായിട്ടാണ്, ഈ ദീനിന്റെ ശരിയായ സാക്ഷിയായി, ജീവിതം കൊണ്ട് ഈ ദീനിന്റെ സാക്ഷ്യം നിർവഹിക്കുന്ന ദൂതനായിട്ടാണ് പ്രവാചകരെ നിശ്ചയം നാം അങ്ങയെ നിയോഗിച്ചിട്ടുള്ളത്. വമുബശ്ശിറൻ വനദീറ, സന്തോഷ വാർത്ത അറിയിക്കുന്ന, മുന്നറിയിപ്പ് നൽകുന്ന പ്രവാചകനായിട്ടാണ് പ്രവാചകരെ നാം താങ്കളെ നിയോഗിച്ചിട്ടുള്ളത്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ, അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനായി, അതുപോലെ പ്രകാശിക്കുന്ന വിളക്കായിട്ടാണ് പ്രവാചകരെ നാം താങ്കളെ നിയോഗിച്ചിട്ടുള്ളതെന്ന് അല്ലാഹു പറയാൻ. ഒന്നാമത് പ്രവാചകന് നൽകിയ വിശേഷണം യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദാ, പ്രവാചകരെ, നിശ്ചയം നാം നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് സാക്ഷിയായിട്ടാണ്, ഈ ദീനിനെ എല്ലാ മേഖലയിലും സാക്ഷ്യം നിർവഹിക്കുന്ന പ്രവാചകൻ. വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, എല്ലാ മേഖലയിലും ഈ ദീനിന്റെ സാക്ഷിയാണ്. സാമൂഹിക ജീവിതത്തിൽ ഈ ദീനിന്റെ മാതൃകയാണ്. സാമ്പത്തിക ജീവിതത്തിലും നാഗരിക ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ജീവിതത്തിന്റെ നാനാ മണ്ഡലങ്ങളിലും ഈ ദീനിന് സാക്ഷിയാവുന്ന പ്രവാചകൻ. അതാണ് പ്രവാചകന്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്നായി വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഈ പ്രവാചകൻ എങ്ങനെയാണോ ഈ ദീനിന്റെ സാക്ഷ്യം നിർവഹിച്ചത്, അതുപോലെ ജനകോടികളുടെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ ഈ ദീനിന്റെ സാക്ഷ്യം നിർവഹിക്കുക എന്നതാണ് പ്രവാചകാനുരാഗികളുടെ ദൗത്യമെന്ന് ഖുർആൻ പറയാണ്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ, ഈ പ്രവാചകൻ നിങ്ങൾക്ക് എപ്രകാരമാണോ ദീനിന്റെ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ നിർവഹിച്ചത്, അതുപോലെ ജനങ്ങളുടെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ ദീനിന്റെ സാക്ഷികളായി, ദീനിന്റെ നേർസാക്ഷികളായി നിങ്ങൾ മാറുക എന്നതാണ് നിങ്ങളുടെ ദൗത്യമെന്ന് പറയുന്നത്. പ്രവാചകൻ നിങ്ങൾ കേൾപ്പിച്ചു തന്നിട്ടുള്ള ഒരു ദൗത്യമുണ്ട്, പ്രവാചകൻ നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്, പ്രവാചകൻ നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക എന്നതാണ് പ്രവാചകാനുരാഗികൾ എന്ന അർത്ഥത്തിൽ നമ്മുടെ ചുമതലയായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലും അത് തന്നെയാണ് പറയുന്നത്. അവസാനത്തെ പ്രസംഗം, വിടവാങ്ങൽ പ്രസംഗം, ഹജ്ജത്തുൽ വിദാഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ടല്ലോ, അലാ ഹൽ ബല്ലഗതു, അറിഞ്ഞോ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ? അലാ, അറിയുക, നിങ്ങൾ മറുപടി പറയണം, ഹൽ ബല്ലഗതു, ഞാൻ നിങ്ങൾക്ക് ഈ ദീനിന്റെ സാക്ഷ്യം നന്നായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിർവഹിച്ചില്ലേ? ഈ ദീൻ ശരിയാവണ്ണം ഞാൻ നിങ്ങൾക്ക് കൈമാറിയില്ലേ? നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ? വാക്കുകൊണ്ടും കർമ്മജീവിതം കൊണ്ടും ഈ ദീൻ ഞാൻ നിങ്ങൾക്ക് കൈമാറിയില്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അവിടുന്ന് സദസ് ഒന്നടങ്കം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ പ്രവാചകൻ, അങ്ങ് ശരിയാവണ്ണം, അങ്ങ് നീതിപൂർവം, അങ്ങ് ശരിയാവണ്ണം പൂർണ്ണമായ രീതിയിൽ തന്നെ ഈ ദീൻ ഞങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ബലാ യാ റസൂലല്ലാഹ്. ഈ ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്, ഇവിടെ ഹാജറുള്ള ആളുകൾ, ഹാജറില്ലാത്ത ആളുകൾക്ക് ഈ ദീൻ എപ്രകാരമാണോ ഞാൻ നിങ്ങൾക്ക് കൈമാറിയത് അതുപോലെ കൈമാറുക. വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ദീനിന്റെ സത്യത്തിന്റെ സാക്ഷികളായി നിങ്ങൾ മാറുക. എന്നോട് സ്നേഹമുള്ളവരെ, നിങ്ങൾ അങ്ങനെ ചെയ്യണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനസഞ്ചയത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു, ആഹ്വാനം ചെയ്യുകയായിരുന്നു. സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ ജീവിതം കൊണ്ട് പ്രവാചകൻ ഈ ദീനിന്റെ പ്രബോധനം നിർവഹിക്കുകയാണ്. വാക്കുകൊണ്ട് മാത്രമല്ല, കർമ്മജീവിതം കൊണ്ട്. പ്രവാചകന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടവും നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യമാവുന്നതാണ്. മക്കയിലെ ഒരു പ്രദേശത്തുകൂടി റസൂലുള്ളാഹി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വൃദ്ധമാതാവ് വലിയൊരു ചുമടുമായി നിൽക്കുകയാണ്. ഈ ചുമടൊന്ന് എന്റെ തലയിൽ വെച്ച് തരണേ എന്ന് വഴിയിലൂടെ നടന്നു പോകുന്ന പ്രമാണിമാരോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ട്. എന്നല്ല, അവിടെ നടന്നു പോകുന്ന ഓരോരുത്തരോടും ആ വൃദ്ധമാതാവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആർക്ക് വേണം ഒരു വൃദ്ധമാതാവിന്റെ വാക്കുകൾ? ആര് കേൾക്കാനുണ്ട് ഒരു മാതാവിന്റെ, അതും വയസ്സായ ഒരു സ്ത്രീയുടെ വാക്കുകൾ? ആ ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ വഴിയിലൂടെ കടന്നു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, മോനെ,
ഈ ചുമടൊന്നെന്റെ തലയിൽ എടുത്ത് വെച്ചു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ മാതാവിന്റെ തലയിലല്ല, സ്വന്തം തലയിൽ തന്നെ ആ ചുമട് വെച്ചുകൊണ്ട് ആ മാതാവിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അങ്ങനെ നടന്നു നീങ്ങുകയാണ്. അവസാനം ലക്ഷ്യസ്ഥാനമായപ്പോ ഇവിടെ നമുക്കിത് ഇറക്കി വെക്കാമെന്ന ആ മാതാവ് പറയാൻ, അവിടെ ഇറക്കി വെച്ചതിന് ശേഷം സ്നേഹത്തോടെ വാത്സല്യത്തോടെ അള്ളാഹുവിന്റെ ദൂതനോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. മക്കയിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്, ആളുകളെ വഴിതെറ്റിക്കുന്ന ചെറുപ്പക്കാരൻ. നമ്മൾ കാക്കകാരണവന്മാരായിട്ട് ആചരിച്ചു പോകുന്ന ആചാരങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു മനുഷ്യൻ മക്കയിൽ വന്നിട്ടുണ്ട്. ഏകദൈവത്വമാണത്രേ ആ ചെറുപ്പക്കാരൻ പറയുന്നത്. എല്ലാവരും ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ യുവാക്കളെ വഴിതെറ്റിക്കുന്ന ഒരു പുരോഗമനവാദി, ഒരു പരിഷ്കർത്താവ് മക്കയിൽ വന്നിട്ടുണ്ട്. അവന്റെ കെണിയിൽ മോനെ നീ അകപ്പെടാൻ പാടില്ലെന്ന വൃദ്ധമാതാവ് സ്നേഹത്തോടെ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിനേക്കാൾ സ്നേഹത്തോടെ ആ മാതാവിനോട് പറയുന്നുണ്ട്, പ്രിയ മാതാവേ, ആളുകൾ ആക്ഷേപിക്കുന്ന, ആളുകൾ കുറ്റം പറയുന്ന ചെറുപ്പക്കാരൻ ഞാനാണ്. ഞാൻ ആളുകളെ വഴിതെറ്റിക്കുകയല്ല, ഞാൻ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുകയല്ല, നേർവഴിയിലേക്ക് നയിക്കുകയാണ്. മോനെ, നീയാണോ ആളുകൾ ആക്ഷേപിക്കുന്നവൻ എങ്കിൽ ഒരിക്കലും നീ പറയുന്നത് കള്ളമാവാൻ സാധ്യതയില്ല. നീ സത്യവാനാണ്, സത്യമേ പറയൂ. അത്രമാത്രം വലിയ വ്യക്തിത്വമാണ്, മാതൃകയാണ് നിന്റേതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ മാതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പഠിക്കുകയും പ്രവാചകനിൽ ആകൃഷ്ടയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശിഷ്യയായി മാറുകയും ചെയ്യുന്ന വലിയ വലിയ എത്രയോ ചരിത്രങ്ങൾ ഇതുപോലെ നമുക്ക് പ്രവാചക ചര്യയിൽ നിന്ന്, പ്രവാചക ചരിത്രത്തിൽ നിന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ്. അദീ ഇബ്നു ഹാത്തിം എന്ന് പറയുന്ന ക്രൈസ്തവ പുരോഹിതൻ വന്നിരിക്കുന്നു, മദീനയിലേക്ക് വന്നിരിക്കുകയാണ്. മദീനയിൽ വന്ന ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ തിരക്കുകളിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് അദീ ഇബ്നു ഹാത്തിം എന്ന് പറയുന്ന ക്രൈസ്തവ പുരോഹിതൻ മദീനയിൽ ഇങ്ങനെ ഒരു പ്രവാചകൻ എന്ന പേരിൽ ഒരാൾ വന്നിട്ടുണ്ട് എന്നതറിഞ്ഞു വന്നതാ. പ്രവാചകനാണെന്ന് വിശ്വസിച്ചു വന്നതല്ല, പ്രവാചകനാണെന്നുള്ള വാദവുമായിട്ട് മദീനയിൽ ഒരാൾ വന്നിട്ടുണ്ട്. ഇന്ന് മദീനയിലെ ഭരണാധികാരിയാണ് അയാൾ. അതുകൊണ്ട് ആ മനുഷ്യനെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടിയാണ് അദീ ഇബ്നു ഹാത്തിം വന്നിട്ടുള്ളത്. അപ്പോഴാണ് സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളെന്ന് വിശ്വസിക്കപ്പെടുന്ന, അന്നത്തെ കാലത്ത് അങ്ങനെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം ധരിച്ചിരുന്ന, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം വിവേചനങ്ങളൊന്നുമില്ല. ഏതായാലും ഒരു സ്ത്രീ, ഒരു അടിമ സ്ത്രീ വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുന്നു. പ്രവാചകനെ സമീപിച്ചുകൊണ്ട്, അതും ഏതാണ് ഘട്ടം? ഒരു യാത്രക്ക് വേണ്ടി പ്രവാചകൻ സജ്ജനാവുന്ന ഘട്ടമാണ്, അനുയായികളും സജ്ജനാവുന്ന ഘട്ടമാണ്. പ്രവാചകന്റെ കാതിൽ ആ അടിമ സ്ത്രീ എന്തോ ഒരു സ്വകാര്യം പറയുകയാണ്. അവരുടേതായ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അവർ പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര വലിയ ജനബാഹുല്യത്തിനിടയിലും ആ അടിമപ്പെണ്ണിന്റെ വാക്കുകൾ കേൾക്കാൻ തന്റെ കാതുകൾ കൂർപ്പിച്ച് നിൽക്കുകയാണ്. ഇതൊരു അത്ഭുതമായിട്ട് അദീ ഇബ്നു ഹാത്തിം അദ്ദേഹത്തിന് തോന്നി. ക്രൈസ്തവ പുരോഹിതനായിരുന്നു, കുരിശ് ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം മദീനയിലേക്ക് വന്നിട്ടുള്ളത്. ഇത് കേവലം ഒരു മനുഷ്യനാവാൻ സാധ്യതയില്ല, മറിച്ച് ഇതൊരു പ്രവാചകനാവാനുള്ള വഴിയുണ്ട്. അദ്ദേഹം പഠിക്കാൻ തുടങ്ങി പ്രവാചകനെ സംബന്ധിച്ച്. അങ്ങനെയാണ് അദീ ഇബ്നു ഹാത്തിം പിൽക്കാലത്ത് വലിയ സ്വഹാബിയായി അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ആയിട്ട് മാറുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകളായിരുന്നു. അതെന്തെങ്കിലും കൃത്രിമമായിട്ട് ചെയ്യുന്ന കാര്യമല്ല. പ്രവാചകന്റെ നിത്യജീവിതത്തിൽ അവിടുന്ന് ജനങ്ങളുടെ മുമ്പിൽ വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും ഏറ്റവും വലിയ മാതൃകയായിട്ട് മാറിയപ്പോ അതാണ് ഇസ്ലാമിന്റെ സാക്ഷ്യമെന്ന് പറയുന്നത്. ജനങ്ങൾ പ്രവാചകനെ പഠിക്കാൻ തുടങ്ങി. ജനങ്ങൾ പ്രവാചകന്റെ ചുറ്റുനിന്നും എഴുന്നേറ്റ് പോവാത്ത അവസ്ഥയുണ്ടായി. അതാണ് അല്ലാഹു തആല പറയുന്നത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഖലീലൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക് ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാബിർഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, പ്രവാചകരെ അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അങ്ങേക്ക് അവരോട് സൗമ്യമായിട്ട് പെരുമാറാൻ കഴിയുന്നത്. താങ്കളുടെ സൗമ്യമായ പെരുമാറ്റമാണ്
താങ്കളിൽ അവർ ആകർഷിക്കുന്ന ഘടകമെന്ന് പറയുന്നത് വലൗ കുന്ത ഫല്ലൻ ഖലീലൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക്. പ്രവാചകരെ, അങ്ങെങ്ങാനും പരുഷഹൃദയമുള്ള മനുഷ്യനായിരുന്നുവെങ്കിൽ അങ്ങയുടെ ചുറ്റുഭാഗത്ത് നിന്നും അവർ എഴുന്നേറ്റ് പോകുമായിരുന്നു. അതുകൊണ്ട് ഈ ഉത്കൃഷ്ട സ്വഭാവം അങ്ങ് തുടരണം. ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ. അവരോട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. അവർക്ക് വേണ്ടി നിരന്തരമായിട്ട് അല്ലാഹുവിനോട് നിങ്ങളെ പാപമോചനം ചോദിക്കണം. കാര്യങ്ങൾ അവരോട് കൂടിയാലോചന നടത്തണം. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്. അങ്ങനെ ഒരു കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞാൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. നിശ്ചയം അല്ലാഹു അവനിൽ ഭരമേൽപ്പിക്കുന്നവനെ ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹു അവനിൽ ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ സ്വഭാവത്തെ, ആ വിട്ടുവീഴ്ചയെ, ആ സഹനത്തെ, ആ ക്ഷമയെ എത്രയാണ് ഖുർആൻ പുകഴ്ത്തിയിട്ടുള്ളത്. ഇന്നക ലഅലാ ഖുലുഖിൻ അലീം. നിശ്ചയം പ്രവാചകരെ, അങ്ങേറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. സൽ സ്വഭാവത്തിന്റെ മഹത്വങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് പ്രവാചകരെ നിശ്ചയം അങ്ങ് നിയുക്തമായിട്ടുള്ളത് തന്നെ. നിശ്ചയം ഞാൻ നിയുക്തനായിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്നമാ ബുഇസ്തു, നിശ്ചയം ഞാൻ നിയുക്തനായിട്ടുള്ളത് ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽ സ്വഭാവത്തിന്റെ എല്ലാ ഗുണങ്ങളും പൂർത്തീകരിക്കാനാണ്. എല്ലാ ഗുണങ്ങളുമുണ്ട്. അതാണ് പ്രവാചക വ്യക്തിത്വത്തിന്റെ ബാലൻസിംഗ് എന്ന് പറയുന്നത്, സന്തുലിതത്വം എന്ന് പറയുന്നത്. ഒരു ഗുണം മറ്റൊരു ഗുണത്തെ ഇല്ലാതാക്കി കളയുന്നില്ല. ഇതെല്ലാം പ്രവാചകന്റെ സവിശേഷതയാണ്. ആ വിട്ടുവീഴ്ചയിലൂടെ, ആ ഉത്കൃഷ്ട സ്വഭാവങ്ങളിലൂടെ ഇസ്ലാമിന്റെ കൊടിയ വിരോധികളെ പോലും ഇസ്ലാമിന്റെ അനുയായികളാക്കി പ്രവാചകൻ മാറ്റിയ ചരിത്രമാണ്. അതാണ് സഹോദരങ്ങളെ, ഏതാനും വർഷം കൊണ്ട് 23 കൊല്ലം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ചരിത്രത്തിലെ തുല്യതയില്ലാത്ത റവല്യൂഷൻ, വിപ്ലവം എന്ന് പറയുന്നത്. അതാണ് ദ ലീഡർഷിപ്പ് ഓഫ് മുഹമ്മദ്, ദ ലീഡർഷിപ്പ് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വം എന്ന തലവാചകത്തിലെല്ലാം ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതാൻ പ്രചോദനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എല്ലാ ആളുകൾക്കും റസൂലുള്ള വിട്ടുവീഴ്ച നൽകി. പ്രവാചകനോട് അങ്ങേയറ്റം വിരോധവും ശാസ്ത്രവും വെച്ച് പുലർത്തിയ ആളുകളോട് പോലും ഉഹദിന്റെ രണാങ്കളത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പിതൃവ്യന്റെ ശരീരത്തിലേക്ക് കുന്തമറിഞ്ഞ വഹ്ഷി, ആ വഹ്ഷി, സഹോദരങ്ങളെ, ആ വഹ്ഷിക്ക് മാപ്പ് കൊടുത്തു റസൂലുള്ള ഒരു ഘട്ടത്തിൽ. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പിതൃവ്യൻ ഉഹദിന്റെ രണാങ്കളത്തിൽ രക്തസാക്ഷിയായി വീണപ്പോ ഹംസ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പിതൃവ്യന്റെ കരള് കടിച്ചു തുപ്പിയ ഹിന്ദ്, അവരുടെ അടിമയായിരുന്നു വഹ്ഷി, യജമാനത്തിയാണ് ഹിന്ദ്. ആ ഹിന്ദിനും ചരിത്രത്തിൽ മാപ്പ് നൽകി എന്നുള്ളതാണ്. ഇന്ന് ഹിന്ദിന്റെയും വഹ്ഷിയുടെയും ഒക്കെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹാ, റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയാൻ ബാധ്യസ്ഥരാണ്. അവർക്ക് വേണ്ടി തർളിയത്ത് ചൊല്ലുന്നവരാണ് നമ്മൾ. പിൽക്കാലത്ത് അവരൊക്കെ സ്വഹാബികളായിട്ട് മാറി എന്നുള്ളതാണ് ചരിത്രം എന്ന് പറയുന്നത്. വഹ്ഷിയെ പോലുള്ള അതിക്രൂരന്മാർക്ക് മാപ്പ് കൊടുക്കേണ്ടെന്നും അവരെ ശിക്ഷിക്കണമെന്നുമുള്ള പൊതു അഭിപ്രായമാണ് ഉയർന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി മാപ്പ് നൽകാൻ തന്നെ റസൂലുള്ള തീരുമാനിച്ചു എന്നുള്ളതാണ്. പശ്ചാത്തപിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്ഷിയുടെ അടുക്കലേക്ക് ആളെ അയക്കുന്ന ഒരു രംഗമുണ്ട്. വഹ്ഷി പറഞ്ഞു, മുഹമ്മദിന്റെ ദീനനുസരിച്ച് ബിംബാരാധകരും കൊലപാതകങ്ങളും വ്യഭിചാരികളും നരകശിക്ഷ അനുഭവിക്കേണ്ട ആളുകളാണ്. എനിക്കെങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക? എനിക്ക് നരകശിക്ഷയല്ലേ മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത്? എനിക്ക് നരകശിക്ഷയല്ലേ മുഹമ്മദിന്റെ ദീൻ വാഗ്ദാനം നൽകുന്നത്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളിൽ പെട്ടവനാണ്. എനിക്കിനി എങ്ങനെയാണ് മാപ്പ് ലഭിക്കുക? വഹ്ഷിയുടെ മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾപ്പിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് സ്വഹാബിമാരോട് പറയുന്നത്, നിങ്ങൾ വഹ്ഷിയുടെ അടുക്കലേക്ക് ഇനിയും പോകണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ 70-ാം വചനം ഓതി കേൾപ്പിക്കണം. എന്താണ് 70-ാം വചനം? അവർ ഓതി കേൾപ്പിച്ചു, ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വ കാനല്ലാഹു ഗഫൂറർ റഹീമ. വഹ്ഷിക്കുമുണ്ട് മാപ്പ്. കാരണം ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ, പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും മാപ്പുണ്ടെന്നാണ്. സുഹൃതങ്ങൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചവർക്ക് പശ്ചാത്തപിച്ചതിന് ശേഷം സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകൾ അല്ലാഹു നന്മകളായിട്ട് പരിവർത്തിപ്പിക്കുന്നതാണ്. വ കാനല്ലാഹു ഗഫൂറർ റഹീമ. അതുകൊണ്ട് നിരാശ വേണ്ട. അല്ലാഹു തആല എല്ലാ തെറ്റുകളും പുറത്തു തരുന്നവനും
അള്ളാഹു അങ്ങേയറ്റം കരുണാവാരിധിയുമാണ്. പശ്ചാത്തപിച്ച സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഇനി എന്നെ കൊണ്ട് സാധ്യമല്ലെന്ന ഇത് കേട്ടപ്പോ വഹ്ശി പറഞ്ഞത്. ഇനി എന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. ഇനി ഒരു പശ്ചാത്തപിച്ചുകൊണ്ട് സൽക്കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അതായിരുന്നു വഹ്ശിയുടെ വർത്തമാനം. അതെന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് വഹ്ശിയെ ഇനിയും നിങ്ങൾ കേൾപ്പിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പാപമോചനം അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അതെല്ലാവർക്കും ലഭിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കില്ലെന്ന്, പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കില്ലെന്ന് ഒരിക്കലും വഹ്ശിയടക്കം ആരും ധരിച്ചു പോകണ്ട. നിങ്ങൾ വഹ്ശിയെ കേൾപ്പിക്കണം. സൂറത്തു സുമറിലെ 53-ാം വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്ശി 53-ാം വചനം സൂറത്തു സുമറിൽ നിന്ന് കേൾപ്പിക്കാൻ സ്വഹാബിമാരോട് പറഞ്ഞു. അവർ വഹ്ശിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് സൂറത്തു സുമറിൽ 53-ാം വചനം ഓതി കേൾപ്പിക്കുകയാണ്. അല്ലാഹു പറയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തത്തോട് അതിക്രമം ചെയ്ത മനുഷ്യരെ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു എല്ലാ തെറ്റുകളും പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നിശ്ചയം അല്ലാഹു തആല അങ്ങേയറ്റം പുറത്തു തരുന്നവനും അങ്ങേയറ്റം കരുണാവാരിധിയുമാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവണ്ട. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിൻ സഹോദരങ്ങളെ, എന്തിനാണ് ഇത്ര ആഗ്രഹത്തോടു കൂടി വഹ്ശിയെ കൊണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ ഒരു സാഹചര്യം പ്രവാചകൻ ഒരുക്കുന്നത്? അതാണ് ഇസ്ലാം. ഇസ്ലാം എല്ലാവരുടേതുമാണ്. ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കൾ എന്ന് നാം കാണുന്നവരും അവരെ കാണുന്നവരുമായ ആളുകളുണ്ട്. അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഹുദൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള സന്മാർഗമാണ്. അതാണ് ഇസ്ലാം, അതാണ് ഖുർആൻ, അതാണ് പ്രവാചകൻ, എല്ലാവർക്കുമുള്ള പ്രവാചകൻ, മനുഷ്യർക്കാസകലമുള്ള പ്രവാചകൻ. അങ്ങനെയാണ് വഹ്ശി സഹോദരങ്ങളെ ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇനി ഹിന്ദിന്റെ ചരിത്രം പറയാം. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ കടിച്ചു തുപ്പിയ സ്ത്രീയായിരുന്നു ഹിന്ദ്. അവരെ മാത്രമല്ല, അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചപ്പോ അബൂ സുഫിയാന്റെ ഭാര്യ കൂടിയാണല്ലോ ഹിന്ദ്. അബൂ സുഫിയാനെ കൊന്നുകളയും എന്ന് പ്രഖ്യാപിച്ചയാളാണ് ഹിന്ദ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് അവരെ മുസ്ലിമായി അനുസരണ പ്രതിജ്ഞയെടുത്തു, ബൈഅത്ത് ചെയ്തു എന്നുള്ളതാണ്. പലരും മനസ്സിലാക്കിയതുപോലെ നമ്ര ശിരസ്കയായിട്ടല്ല, കീഴടങ്ങിയ അവസ്ഥയിലല്ല അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നത്. റസൂലുള്ള ഓരോ കാര്യങ്ങളും അവരോട് പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ശിർക്ക് ചെയ്യരുതെന്ന് അവരോട് പറഞ്ഞു. സമ്മതിച്ചു ഹിന്ദ്. നിങ്ങൾ മോഷ്ടിക്കരുതെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഹിന്ദ് ചോദിച്ചു, പ്രവാചകരെ, ഈ മാന്യരായിട്ടുള്ള സ്വതന്ത്ര സ്ത്രീകൾ അവരെങ്ങനെയാ മോഷ്ടിക്കുക? പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ പ്രവാചകരെ, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ പിശുക്കനാണ്. അയാൾ ഒന്നും തരില്ല, എനിക്കും മക്കൾക്കും ജീവിക്കാനുള്ളത് പോലും തരില്ല. അതുകൊണ്ട് പ്രവാചകരെ, അയാൾ അറിയാത്തത് വല്ലതും അയാളുടെ പോക്കറ്റിൽ നിന്ന് ഞാൻ എടുത്താൽ അത് മോഷണമായി മാറുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദീമാ യക്ഫീക ലകി വ ഔലാദകി. നിനക്കും നിന്റെ മക്കൾക്കും ആവശ്യമായ അളവിൽ മാത്രം നിനക്കെടുക്കാം. അത് നിന്റെ അവകാശമാണ്, അത് മോഷണമാവില്ല. നിനക്കും നിന്റെ മക്കൾക്കും ജീവിക്കാൻ അത്യാവശ്യമായി ഇതെടുക്കാം, അത് മോഷണമാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വ്യഭിചരിക്കരുത്. ഹിന്ദ് ചോദിച്ചു, പ്രവാചകരെ, സ്വതന്ത്ര സ്ത്രീകൾ വ്യഭിചരിക്കുമോ? എന്ത് ചോദ്യമാണിത്? അങ്ങനെ എന്തൊരു വർത്തമാനമാണ്! പ്രവാചകരെ, സ്വതന്ത്ര സ്ത്രീകളാ തെറ്റ് ചെയ്യുമോ? അവർ ചോദിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തഖ്തുലു ഔലാദക്കും. പ്രവാചകൻ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വധിച്ചേക്കരുത്, സന്താനങ്ങളെ കൊന്നുകളയരുത്. അവിടെയും ഹിന്ദ് ഇടപെട്ടുകൊണ്ട് പറയാണ്, നിങ്ങൾ പുരുഷന്മാരല്ലേ അങ്ങനെ ചെയ്തത്? ഞങ്ങൾ ഈ മക്കളെ പാലൂട്ടി വളർത്തി. നിങ്ങൾ പുരുഷന്മാർ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് ഞങ്ങൾ പാലൂട്ടി വളർത്തിയ കുഞ്ഞുങ്ങളെ, ആളുകളെ നിങ്ങളല്ല പ്രവാചകരെ കൊന്നുകളഞ്ഞത്. എന്തിന്? ആ പഴയ ഓർമ്മകളൊക്കെ എങ്ങനെ തികട്ടി വരികയാണ്. തന്റെ ബന്ധുക്കൾ ഓരോന്നും ഈ ബദറിന്റെ രണാങ്കളത്തിൽ വധിച്ചു വീണ ഓർമ്മകൾ ഹിന്ദിന്റെ മനസ്സിലേക്ക് വരികയാണ്. പ്രവാചകനെ തിരിച്ചു ചോദിക്കാമായിരുന്നു, എന്റെ പിതൃവ്യൻ ഹംസയെ കൊന്നതിന് ശേഷം ഹംസയുടെ കരള് കടിച്ചു തുപ്പിയവളല്ലേ നീ? എന്നിട്ടാണോ നീ ഈ വർത്തമാനം പറയുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചോദിക്കാമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. ബദർ എന്ന് പറയുന്നത് ചരിത്രത്തിലെ, ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചക യുഗത്തിലെ ഒന്നാമത്തെ പോരാട്ടമായ ബദർ, അത് നിൽക്കക്കള്ളിയില്ലാത്ത ഒരു ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പോരാട്ടമായിട്ട് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിന്ദിന്റെ വികാരത്തിന്റെ മുമ്പിൽ ബദറിനെ പോലും ന്യായീകരിക്കുന്നില്ല എന്നുള്ളതാണ്.
ഒരു പ്രതികരണവും ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയില്ല. സഹോദരങ്ങളെ, അങ്ങനെ ഹിന്ദും ഇസ്ലാമിന്റെ ഭാഗമായി എന്നുള്ളതാണ്. ഹിന്ദും ഇസ്ലാമിന്റെ ഭാഗമായി എന്നുള്ളതാണ്. കാരണം ഈ സന്മാർഗം എല്ലാവരുടേതുമാണ്, ഈ പ്രവാചകൻ എല്ലാവരുടേതുമാണ്. മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും മുഴുവനായി അള്ളാഹു നിയോഗിച്ചിട്ടുള്ള പ്രവാചകൻ മനുഷ്യർക്ക് മുഴുവനുമായുമുള്ള അള്ളാഹുവിന്റെ സന്മാർഗമാണ്. സഹോദരങ്ങളെ, നമ്മുടെ ദൗത്യം, പ്രവാചകാനുരാഗികളുടെ മൂന്നാമത്തെ ദൗത്യമെന്ന് പറയുന്നത് പ്രവാചക സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അനാ വമൻ ഇത്തബഅനി. പ്രവാചകരെ, നിങ്ങൾ പറയണം, നിങ്ങൾ പ്രഖ്യാപിക്കണം, ഇതാണ് എന്റെ വഴി, ഇതാണ് എന്റെ മാർഗം. ഞാൻ ആളുകളിലേക്ക് ഉൾക്കാഴ്ചയുടെ കൃത്യമായ ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ മാത്രമല്ല, വമൻ ഇത്തബഅനി, എന്നെ പിൻപറ്റിയ ആളുകളും ചെയ്യേണ്ടുന്ന ദൗത്യമാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഹജ്ജത്തുൽ വിദാഇൽ, പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പ്രവാചകൻ പറഞ്ഞല്ലോ, ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്. ഇവിടെ ഹാജറുള്ള ആളുകൾ ഹാജറില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. പ്രവാചകന്റെ അതേ വികാരത്തോടുകൂടി ഈ ദീനിന്റെ സാക്ഷികളായി, ഇതിന്റെ മുബല്ലിഗുകളായി, ഇതിന്റെ ദാഴികളായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. പ്രവാചകന്റെ വികാരം എന്താണെന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് യസഫാ. ഈ വിഷയത്തിൽ, ഈ ഖുർആനിൽ, ഈ ദീനിൽ അവരെ വിശ്വസിക്കാത്തതിന്റെ ഫലമായി പ്രവാചകരെ, താങ്കൾ അവരുടെ കാര്യമോർത്ത് ദുഃഖിച്ച് താങ്കളുടെ ജീവിതം തന്നെ അപകടത്തിൽ പെടുത്തിയവനായേക്കാം. പ്രവാചകൻ ഇങ്ങനെ ക്ഷീണിച്ച് വരികയാണ്. ആദ്യഘട്ടത്തിലൊന്നും ആളുകൾ വേണ്ടത്ര വിശ്വസിക്കാത്തത് നിമിത്തം പ്രവാചകനെ വല്ലാണ്ട് ക്ഷീണിച്ചു വരുമ്പോ അള്ളാഹു പറയാണ്, പ്രവാചകരെ, താങ്കളുടെ ശരീരത്തെയൊന്നും അപകടത്തിൽ പെടുത്തേണ്ടതില്ല. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഞാൻ ഒരു മനുഷ്യനെ പോലെയാണ്. എന്താണ് ആ മനുഷ്യൻ? ഒരു വിളക്കിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു, ആ വിളക്കിന് ചുറ്റും ഈയാമ്പാറ്റകൾ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ്. ഈയാമ്പാറ്റകളെ വിളക്കുമാടത്തിൽ നിന്ന് തട്ടിയകറ്റുന്നയാളെ പോലെ ഞാനടക്കമുള്ള പ്രവാചകന്മാർ, മുഴുവൻ പ്രവാചകന്മാരും നരകാഗ്നിയിൽ നിന്ന് മനുഷ്യനെ തട്ടിമാറ്റുകയാണ്. അതാണ് അവരുടെ ഈ ദഅവത്തിലുള്ള, തബ്ലീഗിലുള്ള അവരുടെ ഇഖ്ലാസ് എന്ന് പറയുന്നത്. ആ പ്രവാചകൻ നിർവഹിച്ച അതേ ഇഖ്ലാസോടുകൂടി ഷഹാദത്തുൽ ഹഖ്, ഈ ദീനിന്റെ സാക്ഷ്യം, അത് പ്രവാചകനെ മാതൃകയാക്കി നിർവഹിക്കുക എന്നതാണ് പ്രവാചകാനുരാഗികളുടെ മൂന്നാമത്തെ ദൗത്യമെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ദൗത്യം ഇന്ന് നമ്മൾ നിർവഹിക്കണം, ഗൗരവത്തിൽ നമ്മൾ നിർവഹിക്കണം. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ പ്രവാചകനെ പോലും വല്ലാണ്ട് അവഹേളിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പറയുന്ന എക്സ് മുസ്ലിങ്ങൾ എന്ന് സ്വയം നാമകരണം ചെയ്ത ആളുകളെല്ലാം തന്നെ രാത്രിയായി കഴിഞ്ഞാൽ അവരുടെ യൂട്യൂബ് ചാനലുകളിൽ ലൈവായി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അസഭ്യം പറയുന്ന, പ്രവാചകനെ അവഹേളിക്കുന്ന, വളരെ മോശമായ ഭാഷയിൽ പ്രവാചകനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേ ഭാഷയിലും അതേ ശൈലിയിലും പ്രതികരിക്കുക എന്നതല്ല നമ്മുടെ ചുമതല എന്ന് പറയുന്നത്. ഇതിപ്പോൾ ബില്ലത്തിഹി അഹ്സൻ, തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കുക എന്നതാവണം നമ്മുടെ ദൗത്യം. അതാണ് ഖുർആൻ നമ്മെ ഏൽപ്പിച്ച ദൗത്യമെന്ന് പറയുന്നത്. അതാണ് പ്രവാചകൻ നമ്മുടെ മുമ്പിൽ മാതൃകയായ ദൗത്യമെന്ന് പറയുന്നത്. മറിച്ച് ഇസ്ലാം വിമർശകരും പ്രവാചക വിരോധികളും ഉപയോഗിക്കുന്ന അതേ ഭാഷ തന്നെ ഉപയോഗിച്ചത് കൊണ്ട് ഒരു ഗുണവുമില്ല എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, ഡെൻമാർക്കിലെ ജില്ലൻ പോസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചുകൊണ്ട് കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചപ്പോ ചിലർ ആക്രമണോത്സുകരായിട്ട് തെരുവിലിറങ്ങി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഖുവൈശി സഹോദരന്മാർ ഒരു പത്രമാഫീസിൽ കയറിക്കൊണ്ട് 17 പേരെ കൊലപ്പെടുത്തിയത്. റസൂലുള്ളാഹിയെ നിന്ദിച്ചവരെന്ന് പറയപ്പെടുന്ന ചില ആളുകളെയാണ് കൊലപ്പെടുത്തിയത്. പക്ഷേ അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? ഇസ്ലാമോഫോബിയ ശക്തിപ്പെട്ടു, പ്രവാചക വിരോധം വീണ്ടും മൂർച്ഛിച്ചു, മുസ്ലിങ്ങളോടുള്ള അസഹിഷ്ണുത കൂടി. എന്ന് മാത്രമല്ല, യൂറോപ്പിലെ ചില പള്ളികളിൽ, ചില മസ്ജിദുകളിൽ പന്നിത്തലകൾ വരെ കെട്ടിത്തൂക്കുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ പ്രവാചകനെ അവഹേളിച്ച ഘട്ടത്തിൽ വിവേകശാലികളായ ചില ചെറുപ്പക്കാർ യൂറോപ്പിലെ ഫുട്ബോൾ മൈതാനങ്ങളിലേക്കാണ് പുറപ്പെട്ടത്. പന്ത് കളിക്കാൻ വേണ്ടിയല്ല, പ്രവാചകന്റെ സന്ദേശം കൂടുതൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള അവസരമായി അവർ അതിനെ കണ്ടു എന്നുള്ളതാണ്. കൂടുതൽ ലഘുലേഖകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട്
നിലനിന്നുകൊണ്ട് പ്രവാചക സന്ദേശങ്ങൾ അവരെ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. ജെറി ജോൺസൺ എന്ന് പറയുന്ന ഇസ്ലാം വിരുദ്ധനായിട്ടുള്ള ഒരു അമേരിക്കൻ പാസ്റ്റർ, അദ്ദേഹം ഖുർആൻ കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ ഈ ഘട്ടത്തിൽ അമേരിക്കയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാര് ഒട്ടും പ്രകോപിതരാവാതെ കൗൺസിൽ ഓഫ് ഇസ്ലാമിക് റിലേഷൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ടാക്കിക്കൊണ്ട് ഖുർആന്റെ 1 മില്യൺ കോപ്പി പരിഭാഷ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. അത് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു. ഇതാണ് ക്രിയാത്മകമായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ക്രിയേറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളും പ്രവാചക മാതൃകളോടും ഖുർആനിക സന്ദേശങ്ങളോടും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന നിലപാടുകളും സമീപനങ്ങളും, അതാണ് ഒരു മധ്യമ സമൂഹം എന്ന നിലയ്ക്ക് നമ്മളിൽ ഉണ്ടാവേണ്ടത്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. ഇതാണ് ഒരു മധ്യമ സമൂഹമായി നിലനിന്നുകൊണ്ട് പ്രവാചകൻ ജനങ്ങൾക്ക് സാക്ഷിയായതുപോലെ നമ്മളും ജനങ്ങൾക്ക് സാക്ഷിയാവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥമെന്ന് പറയുന്നത്. ഇത്തരം ശൈലികൾക്ക് കാലഘട്ടത്തിൽ കൂടുതൽ പ്രസക്തിയുണ്ട്, അതിന് കൂടുതൽ ഗുണമുണ്ട്, ഫലമുണ്ട്. അതാണ് അല്ലാഹുവും പറയുന്നത്, ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സ്വബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹല്ലിൻ അലീം. ഇത്തരം ക്രിയാത്മകമായ സ്നേഹ സമീപനങ്ങൾ, സഹിഷ്ണുതാപരമായ വിട്ടുവീഴ്ചയുടെ സമീപനങ്ങൾ, അതോടൊപ്പം തന്നെ കൃത്യമായി വിമർശകർക്ക് മറുപടി പറയുന്ന സമീപനങ്ങൾ, വിട്ടുവീഴ്ചയും ക്ഷമയും സ്നേഹവും, ജനങ്ങളോട് സ്നേഹം. അതല്ലാതെ ഇപ്പറയുന്ന ഈ പ്രവാചക വിരോധികളെ നമുക്ക് ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ ഒരിക്കലും കഴിയില്ല. പക്ഷെ അതല്ല വിഷയം. ജനങ്ങളെ നമ്മൾ സ്നേഹിക്കണം എന്നുള്ളതാണ്. ജനങ്ങളെ നമ്മൾ വെറുക്കാൻ പാടില്ല. ജനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങണം. ഈ പ്രവാചകന്റെ മാതൃകകൾ എന്താണെന്ന് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. ആ വിഷയത്തിൽ സമയം കണ്ടെത്തണം. ആ ഒരു നിലപാട് സ്വീകരിച്ചാൽ ഖുർആൻ പറയാണ്, ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നിങ്ങൾക്കും നിങ്ങളോട് വിരോധമുള്ള ആളുകൾക്കുമിടയിൽ എന്തെന്നില്ലാത്ത മൈത്രി ബന്ധം രൂപപ്പെടുന്നതാണ്. വമാ യുലഖാഹാ ഇല്ലല്ലദീന സ്വബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹല്ലിൻ അലീം. പക്ഷേ ഉന്നതമായ ക്ഷമയുള്ള ആളുകൾക്കല്ലാതെ, ഉന്നതമായ സഹനശേഷിയുള്ള സൗഭാഗ്യവന്മാരായ ആളുകൾക്കല്ലാതെ ആ മഹത്തായ നിലപാട് കൈകൊള്ളാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം സമീപനങ്ങൾ. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ ചിലർ പ്രവാചകനെ പോലും അവഹേളിക്കുന്ന ഇപ്പറഞ്ഞ യുക്തിവാദികൾക്കും നവനാസ്തികർക്കുമൊക്കെ വളം വെച്ചു കൊടുക്കുന്ന നിലപാടുകളുമായിട്ട് ചിലർ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് വളരെ ഖേദകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സഹോദരങ്ങളെ. പ്രവാചകന്റേതെന്ന് പറഞ്ഞുകൊണ്ടൊരു വ്യാജകേശവുമായിട്ട് വീണ്ടും ഒരാൾ രംഗത്ത് വന്നിരിക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വിവാദം അതേ കേന്ദ്രത്തിൽ നിന്ന് ഉയർന്നിരുന്നതാണ്. എന്നാൽ സംഘടനാ വ്യത്യാസമില്ലാതെ മതപണ്ഡിതന്മാരിൽ നിന്നുള്ള ഒരുമിച്ചുള്ള എതിർപ്പ് വന്നപ്പോൾ ഈ ലുമായിട്ട് ഏറെ നാൾ മുന്നോട്ട് പോവാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും സാധ്യമായില്ല എന്നുള്ളതാണ്. എന്നാൽ അന്ന് വാങ്ങിച്ചു വെച്ച കേശം അത് 1/2 സെന്റിമീറ്റർ നീളം വർദ്ധിച്ചിട്ടുണ്ടെന്നും അയാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഇത് മാത്രമല്ല, മുടിയിട്ട വെള്ളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമനീരുണ്ടെന്നും റൗളയിലെ മണ്ണുണ്ടെന്നുമെല്ലാം തട്ടിവിടുകയാണ് സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലിൽ നിന്ന് പുറപ്പെട്ട തെളിനീരടക്കം തെളിച്ച വെള്ളമാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് എന്നും മുന്നോട്ട് പോകുമ്പോ തീർച്ചയായിട്ടും ഇത്തരം കബളിപ്പിക്കലുകളെ, ഇത്തരം ചൂഷണങ്ങളെ തിരിച്ചറിയാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമാവണം. കുഞ്ഞാടുകൾ അവർ വിശ്വസിക്കുമായിരിക്കാം, അതല്ലെങ്കിൽ അവരെ പോലെ വിശ്വസിക്കുന്ന ചില ആളുകളെ ഉണ്ടാക്കിയെടുക്കാൻ അടിമബോധമുള്ള ചില ആളുകൾക്ക് സാധ്യമായേക്കും. പക്ഷേ ഈ അടിമബോധമല്ല വിശ്വാസികൾക്ക് വേണ്ടത്. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിന് പുറമെ ചില ആളുകളെ അവരെ ദൈവങ്ങളാക്കി, ചില പണ്ഡിത പുരോഹിതന്മാരെ അവരെ ദൈവങ്ങളാക്കി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദീ ഇബ്നു ഹാത്തിം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ആരും അങ്ങനെ അവർക്ക് സുജൂദ് ചെയ്യുന്നൊന്നും ഇല്ലല്ലോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവര് ഹറാമുകൾ ഹലാലാക്കി കഴിഞ്ഞാൽ അത് ഹലാലായും, അവർ ഹറാമുകൾ ഹലാലാക്കിയാൽ അത് ഹലാലായും, അതുപോലെ ഹലാലുകൾ ഹറാമാക്കിയാൽ അത് ഹറാമായും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ദീനീ വിധികളിൽ മാറ്റം വരുത്തുമ്പോ, അതല്ലെങ്കിൽ ദീനിന്റെ പ്രകൃതത്തിൽ പോലും അതിന്റെ വിധികളിൽ പോലും തൗഹീദിന്റെ ഉള്ളടക്കത്തിൽ പോലും വെള്ളം ചേർക്കുന്ന ഘട്ടത്തിൽ
അതങ്ങ് വിഴുങ്ങുകയാണ് ചിലർ. അതുകൊണ്ടാണ് കുഞ്ഞാടുകൾ അടിമകൾ എന്നെല്ലാം അവരെ സംബന്ധിച്ച് നമുക്ക് പറയേണ്ടി വരുന്ന സഹോദരങ്ങളെ. ഇത്തരം നിലപാടുകളല്ല വിശ്വാസികളെ സംബന്ധിച്ച് വേണ്ടത്, മറിച്ച് ചൂഷണങ്ങളെ, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പൗരോഹിത്യത്തെ തുറന്നു കാണിക്കുവാൻ ഇത്തരം ഘട്ടങ്ങളിൽ യഥാർത്ഥ വിശ്വാസികൾക്ക് സാധ്യമാവേണ്ടതുണ്ട്. അള്ളാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. വിശ്വാസികളെ, നിശ്ചയം പണ്ഡിത പുരോഹിതന്മാരിൽ നിന്ന് ചില ആളുകൾ അന്യായമായിട്ട് ജനങ്ങളുടെ ധനം തിന്നുകയാണ്. അന്യായമായി ഭൗതികമായ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ഇത്തരം കബളിപ്പിക്കലുമായിട്ട് ചൂഷണങ്ങളുമായിട്ട് ഇപ്പറയുന്ന ആളുകൾ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിലൂടെ വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ ശരിയായ വഴിയിൽ നിന്ന് ആളുകളെ അവരെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേവല ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനെ പറ്റിയും പ്രവാചകനെ പറ്റിയും അസംബന്ധങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പറയുന്ന ചൂഷക സമൂഹത്തെ തീർച്ചയായിട്ടും നിലക്ക് നിർത്താൻ യഥാർത്ഥ വിശ്വാസികൾക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. യഥാർത്ഥ വിശ്വാസികൾക്ക് അതിന് കഴിയേണ്ടതുണ്ട്. ഇസ്ലാമിനെ കരിവാരിത്തേക്കാനുള്ള അവസരങ്ങൾ, പൊതുസമൂഹത്തിൽ ഇസ്ലാമിനെ ഇകഴ്ത്താൻ, ഇസ്ലാമിനെ മാനം കെടുത്താനുള്ള അവസരങ്ങൾ അതങ്ങനെ നമ്മൾ വിട്ടുകൊടുത്തുകൂടാ. ഈ കൃത്രിമത്വങ്ങളെ, ഈ ചൂഷണങ്ങളെ, ഈ കബളിപ്പിക്കലുകളെ, ഈ വഞ്ചനകളെ തുറന്ന് കാട്ടണം. അങ്ങനെ തുറന്ന് കാട്ടുകയാണ് ഖുർആൻ ചെയ്യുന്നത്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ് ലിയസ്തറൂ ബിഹി സമനൻ ഖലീല. പൗരോഹിത്യത്തിന്റെ ചൂഷണങ്ങളെ എതിർത്തുകൊണ്ട് ഖുർആൻ പറയാണ്, ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, സ്വന്തം കരങ്ങൾ കൊണ്ട് ചില ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കിയിട്ട് സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇതൊക്കെ അല്ലാഹ് പറഞ്ഞതാണ്, ഇതൊക്കെ റസൂല് പറഞ്ഞതാണ് എന്ന് പറയും. സ്വന്തം കരങ്ങൾ കൊണ്ട് അവരുടെ കൃത്രിമമായിട്ടുള്ള വ്യാജമായ സ്വാർത്ഥമായ അഭിലാഷങ്ങൾക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചിലതൊക്കെ എഴുതിയുണ്ടാക്കി ഖുർആൻ സുന്നത്ത് വീക്ഷണങ്ങൾക്കും ആശയങ്ങൾക്കും എതിരായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ട് അവർ പറയാണ്, സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നാണ്. എന്തിനാണ്? ലിയസ്തറൂ ബിഹി സമനൻ ഖലീല, തുച്ഛമായ വിലക്കത് വിൽക്കാൻ വേണ്ടി. ഇത്തരം നിലപാടുകാരെ തിരിച്ചറിയാൻ വിശ്വാസികൾക്ക് സാധ്യമാവേണ്ടതുണ്ട് സഹോദരങ്ങളെ. പ്രവാചകൻ മൂസാ അലൈഹിസ്സലാം തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി കുറച്ചു കാലം ഇസ്രായേലിൽ നിന്ന് വിട്ടുനിന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, മൂസാ നബി അലൈഹിസ്സലാമയുടെ അസാന്നിധ്യത്തിൽ സാമിരി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി ഇസ്രായേലിൽ ചിലരെ കൊണ്ട് ആ പശുക്കുട്ടിക്ക് ആരാധിപ്പിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി എന്നുള്ളതാണ്. ആ പശുക്കുട്ടിക്ക് ആരാധന നിർവഹിക്കാൻ കൽപ്പിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, എന്തിനാണ് ആ ചരിത്രം ഖുർആൻ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, അത്തരത്തിലുള്ള നവസാമിരിമാർ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. അത്തരം സാമിരിമാരെ, നവസാമിരിമാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ ഇസ്ലാമിക സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു ബോധം കൂടി ഈ ഘട്ടത്തിൽ, ഈ റബീഉൽ അവ്വൽ, ഇതൊക്കെ റബീഉൽ അവ്വലിന്റെ പശ്ചാത്തലത്തിലാണ്. റബീഉൽ അവ്വലിൽ ഇത്തരം ചൂഷണങ്ങളും കബളിപ്പിക്കലുമെല്ലാം യഥേഷ്ടം നടത്താമെന്ന തോന്നലിൽ നിന്നുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ ഒരു മാസത്തെ ഇതിനു വേണ്ടിയെല്ലാം ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാചക സന്ദേശങ്ങളുടെ പ്രചരണമാവണം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇപ്പറഞ്ഞ രീതിയിൽ മുടിയും പൊടിയും മണ്ണും കലർത്തിയ വെള്ളം കുടിക്കുമ്പോഴല്ല, മറിച്ച് പ്രവാചകന്റെ കൽപ്പനകൾ ശരിയാവണ്ണം പ്രാവർത്തികമാക്കുമ്പോഴാണ് നാം യഥാർത്ഥ മുഹിബ്ബുകളായി, യഥാർത്ഥ പ്രവാചക സ്നേഹികളായിട്ട് മാറുന്നത്. ഒരു ഹദീസ് ഇപ്രകാരമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളുവെടുത്തു. ആ വുളുവെടുത്ത വെള്ളം കൊണ്ട് ചില സ്വഹാബിമാർ ശരീരമാസകലം എങ്ങനെ തടവുകയാണ്. അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മാ യഹ്മിലുക്കും അലാ ഹാദാ, എന്താണ് ഇതൊക്കെ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം? റസൂലുള്ളാഹി ചോദിച്ചു, ഇത് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അവര് പറഞ്ഞു, പ്രവാചകരെ, ഹുബ്ബുല്ലാഹി വറസൂലി, അള്ളാഹുവിനോടും അവന്റെ ദൂതനോടുമുള്ള സ്നേഹമല്ലാതെ മറ്റെന്താണ്? അള്ളാഹിനോടും റസൂലിനോടുമുള്ള സ്നേഹമാണ് ഞങ്ങളെ ഇതെല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സറഹു അയ്യുഹിബ്ബഹുല്ലാഹു വറസൂലുഹു, അള്ളാഹുവും റസൂലും അള്ളാഹിന്റെയും റസൂലിന്റെയും സ്നേഹം കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതൊന്നുമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് ഫല്യസ്തുഖ് ഹദീസുഹു ഇദാ ഹദ്ദസ്, സംസാരിക്കുമ്പോൾ സത്യസന്ധരാവണം നിങ്ങൾ. പ്രവാചകൻ നിങ്ങളെ പഠിപ്പിച്ച ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ നിങ്ങളുടെ പ്രാവർത്തിക ജീവിതത്തിൽ പ്രായോഗികമാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അള്ളാഹിനെയും റസൂലിനെയും നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഫല്യസ്തുഖ് ഹദീസുഹു ഇദാ ഹദ്ദസ്, സംസാരിക്കുമ്പോൾ സത്യം പറയുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വല്യുഅദ്ദി അമാനതഹു ഇദ തുമിൻ, വിശ്വസിച്ചാൽ ചതിക്കാതിരിക്കുകയാണ്. വിശ്വാസം
വിശ്വാസലംഘനം കാണിക്കാതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വൽയുഹ്സിൻ ജിവാറ മൻ ജാവറഹു, നിങ്ങളുടെ അയൽക്കാരോടൊക്കെ നല്ല നിലയിൽ പെരുമാറുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇസ്ലാമിക മൂല്യങ്ങൾ, പ്രവാചക മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രകാശിപ്പിക്കുകയും പ്രവാചകൻ എപ്രകാരമാണോ ജീവിച്ചത് അതുപോലെ സമൂഹത്തിൽ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതുപോലെ നിങ്ങൾ പ്രവാചകൻ ഒളുയെടുത്ത് ആ ഒളുവിന്റെ ആ അവശേഷിച്ചിരിക്കുന്ന വെള്ളം കൊണ്ട് ശരീരത്തിൽ തടവിയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് പ്രവാചകന്റെ സ്നേഹവും അള്ളാഹുവിന്റെ സ്നേഹവും നേടിയെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചക സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും അത് ഏറ്റെടുക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ പ്രവാചക സ്നേഹിയാവുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത്തരം പ്രവാചക സ്നേഹികളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുത്തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉളമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കൊടുക്കുന്ന യഥാർത്ഥ മുഹിബ്ബുകളിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സിറാത്തിലൂടെയുള്ള നമ്മുടെ പ്രയാണം അല്ലാഹു മിന്നൽ വേഗത്തിലുള്ളതാക്കി തീർക്കുമാറാവട്ടെ. ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുവാൻ നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യാ സന്താനങ്ങളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അവർക്ക് തഖ്വയും ഈമാനും അല്ലാഹു തആല വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ തൊഴിലുകളും അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് നൽകി ജീവിതത്തിൽ കൂടുതൽ നല്ല നല്ല അവസരങ്ങൾ അല്ലാഹു നമ്മുടെ സന്താനങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല മുതിർന്ന നമ്മുടെ പൗരന്മാരെ, മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സും ശഹത്തും തൂലുൽ ഉംറും നൽകി അല്ലാഹു തആല അവരെ പ്രത്യേകമായിട്ട് ആഫിയത്ത് നൽകി അല്ലാഹു തആല അവരെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തുമാറാവട്ടെ. പരസ്പരമുള്ള ഇണക്കം ശക്തിപ്പെടുത്തുമാറാവട്ടെ. മക്കൾക്കും മാതാപിതാക്കൾക്കും ഇടയ്ക്ക് ഉള്ള സ്നേഹബന്ധങ്ങൾ അല്ലാഹു തആല വർദ്ധിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, കടങ്ങളിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും ഞങ്ങളുടെ എല്ലാവരുടെയും പെരടി
എതിരാളികളെ നീ പൂർണ്ണമായും മോചിപ്പിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. ഖുദ്സിന്റെ മക്കൾക്ക് നീ സമ്പൂർണ്ണമായ വിജയം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അപ്പം നൽകി, അന്നം നൽകി, അഭയം നൽകി, അല്ലാഹുവേ, വെളിച്ചം നൽകി, വൈദ്യുതി നൽകി, പ്രകാശം നൽകി, അല്ലാഹുവേ, ഖുദ്സിന്റെ മക്കളെ പൂർണ്ണമായും നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അവർക്ക് നിന്റെ രക്ഷയുണ്ടാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, അവരെ ദുരിതങ്ങളിൽ നിന്ന് ദുരിതങ്ങളിലേക്ക് ഇനിയും നയിക്കല്ല നാഥ. പടച്ചവനെ, ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. നിന്നെ എന്ന് വിളിക്കാൻ കോടാനക്കോടി അടിമകൾ നിനക്കൊണ്ട്. പടച്ചവനെ, ഞങ്ങൾക്ക് എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി, റബ്ബായി, നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ സദുദ്ദേശങ്ങളെ നീ സഫലീകരിച്ച് തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ കൃഷിയിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. സർവോപരി ഈ ലോകത്തെക്കാൾ പരലോകത്ത് പടച്ച തമ്പുരാനെ ഞങ്ങൾക്ക് പൂർണ്ണമായ വിജയം നീ പ്രദാനം ചെയ്യണമേ നാഥ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.